ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റമദാന് നമുക്ക് അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ബനാനയാണ്. അപ്പോൾ ബനാന അറിയുന്നത് നമ്മുടെ റോബസ്റ്റ പഴം. അപ്പോൾ ഈ റോബസ്റ്റ പഴം നമുക്ക് ഒരുപാട് പഴമൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബനാനയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സിബ്ലോ കവറിലോ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഈ സിബ്ലോ കവറിലൊക്കെ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ജ്യൂസോ അല്ലെങ്കിൽ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ കവറിലാക്കിയത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. നമുക്ക് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ അപ്പോൾ എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ പഴം പെട്ടെന്ന് ചീത്തയാവത്തില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴം അതുപോലെ നമുക്ക് ജ്യൂസാക്കി എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഈ പഴം. അപ്പോൾ നല്ല പൈപ്പേറിയ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ടിപ്സ് അറിയുന്നത് നമുക്ക് റമദാന് സമൂസ അല്ലെങ്കിൽ കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ആവശ്യമുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ ഇത് സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് എടുത്തിട്ട് നമുക്കിത് കട്ട്ലേറ്റോ സമൂസയ്ക്കൊക്കെ നമുക്ക് എടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ അടുത്ത ടിപ്സ് അറിയുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ നാരങ്ങ വെള്ളം നമുക്ക് വേണ്ടി വരും. ചൂടൊക്കെ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് വെള്ളത്തിനൊക്കെ നല്ല ആവശ്യമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് മുറിച്ചിട്ട് നമുക്കിതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ജ്യൂസും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു ട്രേയിലോട്ട് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുരു ഒഴിവാക്കിയിട്ട് നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള നാരങ്ങയുടെ ക്യൂബ്സ് ആട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെ ക്യൂബ്സ് എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. പിന്നെ അടുത്ത ടിപ്സ് അറിയുന്നത് നമുക്ക് ഗരം മസാല നമുക്ക് ഉണ്ടാക്കി വെക്കാം. നമുക്ക് എന്തായാലും കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഗരം മസാല വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഒരു സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ ഏലക്ക കുറച്ച് അധികം എടുക്കും. അപ്പോൾ നമ്മൾ കറിയിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചാലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ അത് തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഗരം മസാലയൊക്കെ പൊടിക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ഡബ്ബയിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിത് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇനി അടുത്ത ടിപ്സ് അറിയുന്നത് നമുക്ക് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം നമുക്ക് ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഒരു സമയം. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില ഇട്ടുകൊണ്ട് നമ്മളത് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കറിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ അടുത്ത ടിപ്സ് അറിയുന്നത് വെളുത്തുള്ളിയാണ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് ഈ വെളുത്തുള്ളി അറിയുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്കിതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നല്ലൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊരു ഡബ്ബയിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
നമുക്കിത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് ആവശ്യാനുസരണം നമുക്കതിൽ നിന്ന് എടുക്കാം. പിന്നെ അടുത്ത ടിപ്സ് പറയുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നമുക്ക് വെളുത്തുള്ളി ചെയ്തതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബയിലിട്ടിട്ട് നമുക്ക് അടിച്ച് വെക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ടിഷ്യൂ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അടിച്ച് വെക്ക്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്